ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഈ ആഴ്ചയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കഴിഞ്ഞ ദിവസം യൗവനക്കാർക്ക് വേണ്ടിയിട്ട്, ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് ബ്രദർ ഡാമി നൽകിയത്. ഇന്നും അതേ സന്ദേശവുമായിട്ട് ബ്രദർ ഡാമി നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം ലോകമെമ്പാടുമുള്ള അനേകർക്ക് ഒരനുഗ്രഹമായി തീരുവാനായി, ഇതിൻ്റെ പിന്നിലൊരു അനുഗ്രഹമായി തീർന്ന ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 6ഓളം വ്യക്തികളും കുടുംബങ്ങളുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവനന്തപുരത്തു നിന്നുള്ള രാജേന്ദ്രൻ ആൻഡ് ലില്ലി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ കർത്താവെ. അവരുടെ മകൻ ശ്യാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബിടെക് വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ, നല്ല രീതിയിൽ കർത്താവെ പൂർത്തിയാകുവാൻ, ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ടെക്സാസിൽ നിന്നുള്ള സക്രിയ വർഗീസ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ കർത്താവെ, ഒരു ദൈവികമായ ആരോഗ്യം ഉണ്ടാകട്ടെ. മകൻ കർത്താവെ നഴ്സിംഗ് സക്സസ്ഫുൾ ആയിട്ട് പാസ്സാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മുണ്ടക്കയത്ത് നിന്നുള്ള അനു മേരി ജോസഫിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ഈ സമയത്ത് ആ ശരീരത്തിലേക്ക് വന്നു ചേരട്ടെ. തൻ്റെ മാതാവ് ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. മാനസികമായ മേഖലകളിൽ വലിയ വ്യത്യാസങ്ങൾ കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, കട്ടപ്പനയിൽ നിന്നുള്ള അജയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതൽ ജോലികൾ തനിക്ക് ലഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കട്ടെ കർത്താവെ. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എറണാകുളത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്ക് കുഞ്ഞ് ഉണ്ടാകുവാനായി, അപ്പോൾ തന്നെ എല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മുംബൈയിൽ നിന്നുള്ള കർത്താവെ സോണിയ സെബാസ്റ്റ്യന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കുവാൻ, അപ്പോൾ തന്നെ അനുയോജ്യനായിട്ടുള്ള ഒരു പങ്കാളി തനിക്ക് ഉണ്ടാകുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാം ഇവരുടെ മേൽ പകർന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ ഈ വ്യക്തികളോട് ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർത്തതിന് എല്ലാവരോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഒക്ടോബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, പുളിമൂട്, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അമരവിള ഒക്ടോബർ 31 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവിക ഓഡിറ്റോറിയം, അമരവിള ചെക്ക് പോസ്റ്റിനു സമീപം, അമരവിള. ഓഗസ്റ്റ് മാസത്തിലാണ് തൻ്റെ വിവാഹം കഴിയുന്നത്. വിവാഹത്തിന് ശേഷം 1.5 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം അങ്ങോട്ട് കടന്നുപോയി. അതിനുശേഷം 2 വർഷത്തിന് ശേഷം മടങ്ങി വന്ന് കുറച്ചധികം നാളുകൾ ഇവിടെ നിന്നപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇവർ നേരിട്ട വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ സിസ്റ്റർ പ്രഗ്നൻ്റ് ആയില്ല. ഹസ്ബൻഡിൻ്റെ ലീവ് തീരാറായി. അദ്ദേഹം വിദേശത്തോട്ട് പോകുന്ന സമയമായി. ഇവർ മാസങ്ങൾ കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവാത്തത് കൊണ്ട് ഇവർ ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ 2 കുഴപ്പങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ സിസ്റ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. അതുകൂടാതെ ഹസ്ബൻഡിന് കൗണ്ട് കുറവാണ്. 2 പ്രശ്നങ്ങളാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഡോക്ടേഴ്സ് ഇത് കൂടാതെ കുറച്ച് മെഡിസിൻ കൊടുത്തിട്ട് പറഞ്ഞു, 3 മാസം ഈ മെഡിസിൻ തുടർച്ചയായി കഴിക്കുക, അതിനുശേഷം വന്ന് ചെക്കപ്പ് ചെയ്യുക, വലിയ മാറ്റമുണ്ടാകും, പ്രഗ്നൻ്റ് ആവുമെന്ന് എല്ലാം പറഞ്ഞു. പക്ഷേ 3 മാസത്തിന് ശേഷം വീണ്ടും ചെന്നപ്പോഴും ഇവർ ചെക്ക് ചെയ്തപ്പോൾ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു, സിസ്റ്ററിൻ്റെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇവർ നമ്മളുടെ 2014 മെയ് മാസത്തിൽ ഇവിടെ റാന്നിയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് ഇവർ ആദ്യമായി കടന്നു വരുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ 9-ാം തീയതിയാണെന്ന് ഇവർ വ്യക്തമായി പറയുന്നു. മെയ് 9-ാം തീയതി അന്ന് ഇവർ ആദ്യമായി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കടന്നു വന്നു. അന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ, ഇവർ പ്രാർത്ഥനാ വിഷയം എഴുതിയ കൂട്ടത്തിൽ ഇവരുടെ ഈ ഒരു വിഷയം
ഇവർ എഴുതി പ്രാർത്ഥിച്ചു. അതുകൂടാതെ ഈ ഹോളിൽ നിന്ന് അവർ ഒരു തീരുമാനം കൂടി എടുത്തു. ഞങ്ങൾ ഇനി മരുന്ന് കഴിക്കില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട്, ദൈവം നൽകിയ കുഞ്ഞിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി മടങ്ങിപ്പോയി. അന്നത്തെ ദിവസം കഴിഞ്ഞ വർഷം. അതിനുശേഷം ഈ സഹോദരി പറയുന്നു, പിറ്റേ മാസം താൻ പ്രഗ്നൻ്റ് ആയി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കഴിഞ്ഞു, പിറ്റേ മാസം ജൂൺ മാസത്തിൽ പ്രഗ്നൻ്റ് ആയി. ദൈവം അനുഗ്രഹിച്ച് ഇവർക്ക് ഏറ്റവും നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി. ഇന്ന് ആ കുഞ്ഞുമായിട്ടാണ് ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ തീരുമാനിച്ചാ പോയത്, കുഞ്ഞിനായിട്ടേ വരൂ. എൻ്റെ പേര് അമൽ. ഞാൻ ഏപ്രിൽ 13, 14, 15 ദിവസങ്ങളിൽ നടന്നിരുന്ന യൂത്ത്സ് ആൻഡ് ടീൻസ് ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. ജീവിതത്തിന് ഒത്തിരി ചേഞ്ച് നൽകിയൊരു ക്യാമ്പായിരുന്നു അന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയത് ഐഡൻറ്റിറ്റി എന്ന വിഷയത്തിനെ പറ്റി ഡാമിനങ്ങൾ എടുത്ത വിഷയമാണ്. കാരണം നമുക്കെല്ലാവർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. അന്ന് ഡാമിനങ്ങൾ പറഞ്ഞത് മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്നതിലല്ല, നമ്മൾ ദൈവം എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം. കാരണം ദൈവം നമുക്കൊരു വില ഇട്ടിട്ടുണ്ട്, അത് ഒരിക്കലും വിലമതിക്കാനാവാത്തതാണ്. അത് കേട്ടപ്പോൾ ജീവിതത്തിൽ വലിയൊരു സെൽഫ് കോൺഫിഡൻസ് എനിക്കുണ്ടായി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യേശു കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് എനിക്കന്ന് ഉറപ്പായി. നമ്മുടെ മാതാപിതാക്കൾ നമുക്കിടുന്നൊരു വിലയുണ്ട്, കൂട്ടുകാർ നമുക്ക് മറ്റൊരു വിലയിടും. പക്ഷെ അതിലൊന്നല്ല കാര്യം. അത് ഡാമിൻ അങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ദൈവം എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ, അവൻ അത്രത്തോളം എന്നെ വിലമതിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഈ മെസ്സേജ് എന്നെ ഒത്തിരി അധികം സ്പർശിച്ചു. കാരണം എനിക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരുന്നു. എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നതിനെക്കുറിച്ച് എനിക്ക് എപ്പോഴും ഒരു ഭയമായിരുന്നു. പക്ഷേ ഈ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് ജീവിതത്തോടെ തന്നെ വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായി. എല്ലാം ചെയ്യാൻ പറ്റും, എന്ത് ചെയ്താലും ദൈവം എനിക്കൊരു നല്ലൊരു വിലയിടും എന്നെനിക്ക് മനസ്സിലായി. ഇത് കാണുന്ന എൻ്റെ കൂട്ടുകാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കൂട്ടുകാരോ നിങ്ങളുടെ അധ്യാപകരോ എന്തും പറഞ്ഞോട്ടെ, പക്ഷേ ദൈവം നിങ്ങൾക്ക് ഇടുന്നൊരു വിലയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല. ഇനി ദൈവ സന്ദേശത്തിലേക്കാണ് നാം പോകുന്നത്. ഇന്നലെ കേട്ട സന്ദേശത്തിന്റെ അടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ഇന്നലെ ബ്രദർ ഡാമിൻ സംസാരിച്ചത് ഐഡന്റിറ്റിയെ കുറിച്ചായിരുന്നു. നമ്മുടെ ഐഡന്റിറ്റി എങ്ങനെയാണ്? മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ച് ഒരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അവരിട്ടിരിക്കുന്ന ഒരു മൂല്യമുണ്ട്. ഒരുപക്ഷെ നമ്മളെ കാണുന്ന നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ മിത്രങ്ങൾ, ഇവരൊക്കെ നമുക്കിട്ടിരിക്കുന്ന ഒരു വിലയുണ്ട്. എന്നാൽ യേശു കർത്താവ് നിങ്ങൾക്കിട്ടിരിക്കുന്ന വില എത്രത്തോളമായിരിക്കും? അതാണ് ഇന്ന് ബ്രദർ ഡാമിൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. One day, ഒരിക്കൽ a counselor was giving counseling to a lady. ഒരു കൗൺസിലർ ഒരു സ്ത്രീക്ക് ഉപദേശം നൽകുകയായിരുന്നു. And when he was talking to her, this lady started to cry. താൻ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ സ്ത്രീ കരയുവാൻ തുടങ്ങി. And she expressed, or she described all her problems in life and the miseries she was going through, and she was crying and crying and crying. അവൾ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിതങ്ങളും അവൾ പറഞ്ഞ് ഏങ്ങലടിച്ച് കരയുവാൻ തുടങ്ങി. But when this lady was talking, ഇവൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ something was coming into the counselor's heart. ഈ കൗൺസിലറുടെ ഹൃദയത്തിൽ എന്തോ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. That was a Bible verse. അതൊരു ബൈബിളിലെ വചനമായിരുന്നു. And that Bible verse was Psalm 100 and verse number 3. അത് സങ്കീർത്തനങ്ങൾ 100 അതിന്റെ 3-ാമത്തെ വചനമായിരുന്നു. What does it say? എന്താണ് അത് പറയുന്നത്? It says, "It is He who made us, and we are His. We are His people, the sheep of His pasture." യഹോവ തന്നെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, അവിടുന്ന് നമ്മെ നിർമ്മിച്ചു, നാം അവിടുത്തെ വകയാണ്, അവിടുത്തെ ജനവും മേച്ചിൽപ്പുറത്തെ ആടുകളും തന്നെ. So the counselor, he wondered, how can I say this verse to her? This has no connection with her story. ഈ കൗൺസിലർ ഇങ്ങനെ ചിന്തിച്ചു, ഇവളുടെ ജീവിത കഥയുമായി ഒരു ബന്ധമില്ലാത്തൊരു വചനമാണല്ലോ, ഈ വചനം എങ്ങനെ പറയാൻ കഴിയും? What is the verse? എന്തായിരുന്നു ആ വചനം? It is God who made us, and we are His. അത് ദൈവം തന്നെ നമ്മെ നിർമ്മിച്ചു, നാം അവിടുത്തെ വകയാണ്, അവിടുത്തെ ജനവും മേച്ചിൽപ്പുറത്തെ ആടുകളും. When he told this to that lady, ഈ വാക്യം ആ സ്ത്രീയോട് ഇദ്ദേഹം പറഞ്ഞപ്പോൾ she started to cry again. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. The counselor wondered what happened to her. എന്തു പറ്റി എന്ന് ചോദിച്ചു. Then slowly she told one thing. പതുക്കെ അവൾ ഒരു കാര്യം പറഞ്ഞു. She was born out of wedlock. അവൾ വിവാഹബന്ധത്തിൽ ജനിച്ച ഒരു കുഞ്ഞല്ലായിരുന്നു. Even before
her mother was legally married, she was born. അവളുടെ അമ്മ ശരിയായ രീതിയിൽ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ അവൾ ജനിച്ചിരുന്നു. So always she had this thing in her mind, I am an unplanned child. അവളുടെ മനസ്സിൽ ഇപ്രകാരം എപ്പോഴും അവൾ അലട്ടിക്കൊണ്ടിരുന്നു, ഞാൻ ഉദ്ദേശപ്രകാരം ഉണ്ടായ ഒരു കുഞ്ഞല്ല, I am a mistake. ഞാൻ മാതാപിതാക്കൾക്ക് അബദ്ധത്തിൽ ജനിച്ചൊരു കുഞ്ഞാണ്. I am born as a mistake into this world. ഞാൻ ഒരു അബദ്ധമായി തെറ്റായിട്ട് ഈ ലോകത്തിൽ ജനിച്ച വ്യക്തിയാണ്. But when she heard this verse, പക്ഷെ ഈ വചനം അവൾ കേട്ടപ്പോൾ that gave her the realization that she was not a biological accident, she was not a mistake, she was not unplanned, but she was the creation of God. ഈ വചനം അവൾ കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൾ ജീവശാസ്ത്രപരമായ ഒരു അബദ്ധമല്ല, തെറ്റല്ല, അബദ്ധത്തിൽ ജനിച്ചതല്ല, അവൾ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടവളാണെന്ന് മനസ്സിലായി. There are, listen to this, there are illegitimate parents, but in the eyes of God there are no illegitimate children. നിയമപ്രകാരമല്ലാത്ത ശരിയല്ലാത്ത മാതാപിതാക്കൾ ഉണ്ടായിട്ടുണ്ടാകാം, എന്നാൽ ശരിയല്ലാത്ത ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല. Another thing is that your religion does not tell your identity. മറ്റൊരു കാര്യം, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന മതം നിങ്ങളുടെ വ്യക്തിത്വത്തെ കാണിക്കുന്നില്ല. I am sorry to say this, all religions are man-made. ഞാൻ ഇത് പറയുന്നതിൽ ഖേദിക്കുന്നു, എല്ലാ മതങ്ങളും മനുഷ്യനുണ്ടാക്കിയതാണ്. Your religion will not change your value. നീ ഏത് മതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് നിന്റെ വിലയെ മാറ്റുന്നില്ല. And if you get converted to another religion, that even will not change your value. നിങ്ങൾ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മതം മാറിയാൽ, പരിവർത്തനം നടത്തിയാലും നിങ്ങളുടെ വില മാറുന്നില്ല. The real God is not at all a religious God. നമ്മളുടെ യഥാർത്ഥ ദൈവം ഒരു മതഭ്രാന്തനായ ദൈവമല്ല. Our God is beyond all religions. നമ്മുടെ ദൈവം സകല മതങ്ങളെക്കാളും ഉന്നതനായ ദൈവമാണ്. God is not looking for religions. ദൈവം മതങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. God is looking for a personal relationship with him. ദൈവം നമുക്ക് അവനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെയാണ് നോക്കുന്നത്. Now we are going to have a journey through the scriptures. നമ്മൾ തുടർന്ന് തിരുവെഴുത്തിലൂടെ ഒരു യാത്ര ചെയ്യാൻ പോകുന്നു. I'm going to give you a few Bible verses. ചില ബൈബിൾ വചനങ്ങൾ നൽകുന്നു. I'm going to give you a few Bible verses, you can take it down. ചില വചനങ്ങൾ പറഞ്ഞു തരുന്നു, വേഗത്തിൽ എഴുതിയെടുക്കാം. Acts of the Apostles chapter 17 അപ്പോസ്തല പ്രവൃത്തികൾ 17 and verse number 26. അതിന്റെ 26-ാമത്തെ വചനം. This verse says that you are God's offspring or you are God's child. ഈ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നും ഉരുവായതാണ്, ദൈവത്തിന്റെ സന്താനമാണ്. ദൈവത്തിന്റെ സന്താനമാണ്. So the Bible says that I am what? ഞാൻ ആരാണെന്ന് ബൈബിൾ പറയുന്നത്? I am not a mistake. ഞാൻ ഒരു അബദ്ധമല്ല. എല്ലാവരും പറഞ്ഞു I am not a mistake. I am not a mistake. പറ. English I am not a mistake. I am a planned child of God. Jeremiah chapter number 1 ഇരമ്യാവ് 1 verses 4 and 5. അതിന്റെ 1-ന്റെ 4-ഉം 5-ഉം. The message is this: God knew you even before you were conceived in your mother's womb. ആ വാക്യം ഇങ്ങനെയാണ്, നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം നിന്നെ അറിഞ്ഞിരിക്കുന്നു. Oh, how can God know that I was not conceived? ഓ, ഞാൻ ഉരുവായിട്ടില്ലല്ലോ, അപ്പോൾ ദൈവത്തിന് എങ്ങനെ അറിയുവാൻ കഴിയും? Even before you were formed as a fetus in your mother's womb, God in his foreknowledge knew you. നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ഒരു ഭ്രൂണമായി ഉരുവാകുന്നതിന് മുൻപേ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു. Even before your mother ever had that pregnancy test and knew that it was positive and distributed sweets to her friends, God knew you personally. നിങ്ങളുടെ അമ്മ താൻ ഗർഭവതിയാണ് തിരിച്ചറിഞ്ഞ് സുഹൃത്തുക്കൾക്ക് മധുരം വിളമ്പുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞിരുന്നു, നിങ്ങളെ അറിഞ്ഞിരുന്നു. Ephesians chapter number 1 എഫേസ്യ ലേഖനം 1-ാം അധ്യായം verses 11 and 12. അതിന്റെ 11-ഉം 12-ഉം. God chose you even before he created this universe. ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപേ നിങ്ങളെ അറിഞ്ഞിരുന്നു. God chose you, തെരഞ്ഞെടുത്തു. God chose you even before he created the whole universe. ഈ മുഴുവൻ പ്രപഞ്ചത്തെയും അവൻ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. Hello.
You are born maybe after many ages from the creation, but God knew you and God chose you even before the establishment of this world. നിങ്ങൾ ആദ്യ സൃഷ്ടിപ്പിൽ നിന്നും വളരെ വളരെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ജനിച്ചവരായിരിക്കാം, പക്ഷേ അതിന് ആദ്യത്തെ സൃഷ്ടിക്ക് മുൻപേ, യുഗങ്ങൾക്ക് മുൻപേ ദൈവം നിങ്ങളെ അറിഞ്ഞു. Acts of the Apostles chapter 17 and verse number 26. അപ്പോസ്തല പ്രവൃത്തികൾ 17:21. God determined the exact time of your birth, your native place and your address. അപ്പോസ്തല പ്രവൃത്തികൾ 17:26. ദൈവം നിങ്ങളുടെ ജനിച്ച സമയവും നീ എവിടെ ജനിച്ചുവെന്നും ആ മേൽവിലാസവും ദൈവമാണ് നിശ്ചയിച്ചത്, Not even your parents. നിങ്ങളുടെ മാതാപിതാക്കളല്ല. Acts 17:26 says God determined that. അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 17:26 പറയുന്നു ദൈവമാണ് നിശ്ചയിച്ചത്. God determined the exact time of my birth, my native place and my address. എൻ്റെ ജന്മസ്ഥലവും എൻ്റെ ജനന സമയവും എൻ്റെ മേൽവിലാസവും ദൈവമാണ് തീരുമാനിച്ചത്. Psalm 139 verse number 15 and 16. സങ്കീർത്തനങ്ങൾ 139:15-16. You are not a mistake. നിങ്ങളൊരു അബദ്ധമല്ല. Your life is well planned by God. നിങ്ങളുടെ ജീവിതം ദൈവത്താൽ വളരെ പ്ലാൻ And ചെയ്യപ്പെട്ടതാണ്. every day of your life is recorded meticulously in His book. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും വളരെ കൃത്യമായി ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. Hello guys, look at me. ഹലോ, എന്നെ നോക്കൂ. Every day what you will do, where you will go, everything is recorded in the book of God even before that day comes into existence. ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദിവസങ്ങളും എവിടെ പോകുമെന്നും എന്തു ചെയ്യുമെന്നും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. Psalm 139 verse number 14. സങ്കീർത്തനങ്ങൾ 139:14. God knit you together in your mother's womb. ദൈവമാണ് നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നെ തുന്നിച്ചേർത്തത്. Look at me please. എന്നെ നോക്കിയാലോ. The fingers of the architect of this universe themselves came and knit you together in your mother's womb. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നെ ഉരുവാക്കിയെടുത്തു. And the same verse says that your physical body, your body has been made amazingly wonderful by God. അതേ വചനത്തിൽ തന്നെ പറയുന്നു ദൈവം നിന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. Psalm 139 verse number 1, 2 and 3 says, സങ്കീർത്തനങ്ങൾ 139:1-3 വരെയുള്ള വചനങ്ങൾ. God knows everything about you. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സകലതും അറിയാം. You are sitting now, God knows that. നിങ്ങളിപ്പോൾ ഇരിക്കുന്നു, ദൈവത്തിന് അതറിയാം. After some time you will stand, നിങ്ങൾ God knows അല്പസമയത്തിന് that. ശേഷം എഴുന്നേൽക്കും, ദൈവത്തിന് അതറിയാം. God knows your ways. നിങ്ങളുടെ വഴികൾ ദൈവത്തിന് God അറിയാം. knows your intentions. നിങ്ങളുടെ ആലോചനകൾ ദൈവത്തിന് God അറിയാം. knows your plans. നിങ്ങളുടെ പദ്ധതികൾ ദൈവത്തിന് God അറിയാം. knows your word. നിങ്ങളുടെ വാക്കുകൾ ദൈവത്തിന് അറിയാം. Everything about you is an open book before God. നിങ്ങളെക്കുറിച്ചുള്ള സകലവും ദൈവത്തിന്റെ മുമ്പിൽ തുറന്നൊരു പുസ്തകം പോലെയാണ്. Matthew chapter 7 and verse number 11. മത്തായി 7:11 വചനം. He blesses and provides for you more than what your earthly father or mother ever can. അവൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഭൂമിയിലെ പിതാവിനും മാതാവിനും നിങ്ങൾക്ക് നൽകുവാൻ കഴിയുന്നതിലും അധികം നിങ്ങൾക്ക് നൽകുന്നവരാണ്. How many of you are writing down all the Bible verses? എല്ലാ തിരുവെഴുത്തും എഴുതിയെടുക്കുന്ന എത്ര പേരുണ്ട്? All these Bible verses are very important. എല്ലാ വചനങ്ങളും വളരെ പ്രാധാന്യമുള്ള വചനങ്ങളാണ്. So when these verses go in, ഈ വചനങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് it പോകുമ്പോൾ will change the software of your mind. നിങ്ങളുടെ മനസ്സിന്റെ സോഫ്റ്റ്വെയറിനെ അതിനെ മാറ്റും. And it will give self-worth, self-image, self-esteem in you. അത് നിങ്ങൾക്ക് ഒരു സ്വയം വിലയും മൂല്യവും ചിത്രവും നൽകുന്നതാണ്. Can you shout a big hallelujah? ഒരു വലിയ ഹല്ലേലൂയ. James chapter 1 verse number 17. യാക്കോബിന്റെ ലേഖനം 1:17. God sends every good gift from above to your life. ദൈവം മുകളിൽ നിന്നും എല്ലാവിധമായ നല്ല ദാനങ്ങളെയും സമ്മാനങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നു. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നു? Every gift is coming from the heavenly Father. എല്ലാ സമ്മാനങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. Jeremiah 29 and verse number 13. യിരെമ്യാവ് 29:13. God has great plans for your life, for your future. ദൈവത്തിന് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. You may be
very ambitious about your future. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വലിയ ചിന്തകളുള്ളവരായിരിക്കാം. You want to finish your studies and migrate to Australia, നിങ്ങൾ പഠിത്തം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിൽ പോയി താമസിക്കാൻ or to ആഗ്രഹിക്കുന്നു. Canada, കാനഡയിൽ സെറ്റിൽ ചെയ്യാൻ or to ആഗ്രഹിക്കുന്നുണ്ടാകാം. UK, യുകെയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. or to America, അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. except India. Anywhere you can go. ഇന്ത്യ ഒഴിച്ച് എവിടെ വേണം ഞാൻ പോവാം. See, you have your plans for your future. നിങ്ങൾ നിങ്ങളുടെ ഭാവി But ചിന്തിക്കുന്നു. Jeremiah 29:13 says God has his plans for your future. എന്നാൽ ഇരമ്യാവ് 29:13 പറയുന്നു ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നല്ല പദ്ധതികളുണ്ട്. But God's plans are better and higher than our plans. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ പദ്ധതികളെക്കാളും ഉന്നതവും ഉയർന്നവും ശ്രേഷ്ഠവുമാണ്. And Romans chapter 8 verse number 38 and 39 says, റോമർ 8:38-39 പറയുന്നു nothing can separate us from God's love. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും ഒന്നിനും നമ്മളെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. So all these verses are telling our value in the eyes of God. ഈ എല്ലാ വചനങ്ങളും ദൈവത്തിന്റെ കണ്ണിൽ നമ്മുടെ വിലയെ കാണിക്കുന്നു. Lift your right hand. നിങ്ങളുടെ വലത് കരം ഉയർത്താം. Everybody shout, I am not a mistake. I am a child of God. I am a child of God. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഒക്ടോബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, പുളിമൂട്, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അമരവിള ഒക്ടോബർ 31 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവിക ഓഡിറ്റോറിയം, അമരവിള ചെക്ക് പോസ്റ്റിനു സമീപം, അമരവിള. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഒരുപക്ഷെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടായിരിക്കാം. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ വർഷം ഈ 2015 നിങ്ങളുടെ ജീവിതം മാറുവാനായിട്ട് പോവുകയാണ്. അടുത്തൊരു ഡയമെൻഷനിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. കർത്താവെ, ഇന്നത് കണ്ടുകൊണ്ടിരുന്ന ഓരോ ചെറുപ്പക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവരുടെ ജീവിതത്തിൻ്റെ മൂല്യം എന്താണ് കർത്താവെ, അങ്ങ് ഇവരെ പഠിപ്പിച്ചു കൊടുത്തതിനായി നന്ദി കർത്താവെ. ജോലി ഇല്ലാത്തത് കൊണ്ട് നിരാശയിൽപ്പെട്ട് കിടക്കുന്ന ചില ചെറുപ്പക്കാർ ഇത് കണ്ടിട്ടുണ്ട് കർത്താവെ. അവരുടെ ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കളോ അവരുടെ കൂട്ടുകാരോ ചിന്തിച്ചിട്ടില്ലാത്ത ഉന്നതമായ കർത്താവെ കയറ്റങ്ങളിലേക്ക്, അവസ്ഥകളിലേക്ക്, ജോലിയിലേക്ക്, കർത്താവെ രംഗങ്ങളിലേക്ക് അവരിപ്പോൾ കയറി ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നോട്ട് ചെയ്യുക, ഈ വാക്കുകൾ നോട്ട് ചെയ്യുക. കർത്താവ് നിങ്ങളെ അതുപോലെ കൊണ്ടുപോകാനായി പോകുകയാണ് കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗം ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. എപ്പോഴും തൊണ്ടയ്ക്കകത്ത് പഴുപ്പുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇതാ സൗഖ്യമാവുകയാണ്. നിങ്ങൾ വെള്ളം ഇറക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നു, ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നു, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാവുകയാണ്. ക്യാൻസർ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. അപ്പോൾ തന്നെ ട്യൂമറുള്ള ചില വ്യക്തികൾ കർത്താവ് ആ ട്യൂമറുകൾ അത് മാറിപ്പോകുന്നതായി കർത്താവ് കാണിക്കുന്നു. അത് ചുരുങ്ങി 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 ഇല്ലാതെ പോവുകയാണ്. ഓപ്പറേഷനുകൾ, ഇമ്മീഡിയറ്റ് ഓപ്പറേഷനുകൾ പറഞ്ഞിട്ടുള്ള ട്യൂമറുകൾ ഈ സമയത്ത് അപ്രത്യക്ഷമാവുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിൽ പുറകിലേക്ക് നിൽക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇപ്പോൾ കർത്താവെ, ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ വന്നു ചേരട്ടെ. ഉന്നതമായ കർത്താവെ വിദ്യാഭ്യാസം, അതിനുള്ള സാധ്യതകൾ എല്ലാം അവരുടെ മുൻപിൽ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എപ്പോഴും കാലിൽ വല്ലാത്ത ഇങ്ങനെ വേദന അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട്. അതിലൊരു പേര് കർത്താവിനെ കാണിക്കുന്ന ലീല എന്ന് പറയുന്ന ഒരു പേരാണ്. ഇപ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാണ്. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഞൊണ്ടിയാണ് നിങ്ങൾ നടക്കുന്നത്. പക്ഷെ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാവുകയാണ്. യൂറിനറി ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകുന്നതായി കർത്താവ് പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ പങ്കാളി തൊട്ടടുത്തില്ലെങ്കിൽ വിശ്വാസത്താൽ കണ്ണുകൾ അടച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ മാതാപിതാക്കളായിരിക്കാം ഇത് കാണുന്നത്. വിശ്വാസത്താൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ
അനേക വർഷങ്ങളായത്. 10 വർഷത്തിലധികമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ചിലർക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നതായി കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ ഉദരത്തിനകത്ത് കുഞ്ഞുങ്ങൾ പിറക്കാനായി തുടങ്ങട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളെ കർത്താവെ, ആ ദമ്പതികളെ മുൻകൂട്ടി അച്ഛനും അമ്മയുമായിട്ട് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വിവാഹം കഴിയാത്ത ചിലർക്ക് വേണ്ടി കർത്താവ് ഏറ്റവും നല്ല ജീവിത പങ്കാളികളെ കർത്താവ് ഒരുക്കുവാനായിട്ട് പോകുകയാണ്. അപ്പോൾ തന്നെ ഒരു വിവാഹത്തോടും അനുബന്ധിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരുന്ന ഒരു ബന്ധം മാറിപ്പോയതുകൊണ്ട് വളരെയധികം ഭാരത്തോടായിരിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ കാണുകയാണ്. നിങ്ങൾ വിവാഹത്തിലേക്ക് നിങ്ങളുടെ മക്കൾ കൂടിച്ചേരുമെന്ന് നിങ്ങൾ ചിന്തിച്ചു, എന്നാൽ അത് സാധ്യമല്ലാത്ത വിധത്തിൽ ബന്ധം വേർപിരിഞ്ഞു പോയി വിവാഹത്തിൽ എത്തിയിട്ടില്ലാത്ത ഒരു കുടുംബത്തെ കർത്താവ് കാണിക്കുന്നു. പക്ഷേ കർത്താവ് അതിമനോഹരമായ വിധത്തിൽ മറ്റൊന്ന് കർത്താവ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ, അതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മാതാപിതാക്കളുടെ കണ്ണുനീർ കണ്ട് കർത്താവെ, അവരുടെ തലമുറയ്ക്ക് വേണ്ടി മനോഹരമായൊരു വിവാഹത്തെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ അങ്ങ് പകർന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ തന്നെ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ യൂത്ത് ക്യാമ്പിലെ ബ്രദർ ഡാമിയൻ്റെ സന്ദേശങ്ങൾ അത് DVD രൂപത്തിൽ അത് ലഭ്യമാണ്. അത് ആവശ്യമുള്ള ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിലേക്ക് നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്ന് അത് കളക്ട് ചെയ്യാൻ സാധിക്കും. എല്ലാ കുടുംബങ്ങളിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കളെ ഇതിൻ്റെ ഒരു ഭാഗം കാണിക്കുവാനായി മറക്കരുത്. കാരണം അവരുടെ ജീവിതത്തിൽ എന്താ പറയുക, ആത്മധൈര്യം, ആത്മവിശ്വാസം നമ്മൾ ഇതിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിശ്ചയമായിട്ടും നമുക്കാർക്കും സ്വപ്നം കാണാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ മക്കളെ കർത്താവ് ഉയർത്തിയിരിക്കും. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് വെള്ളിയാഴ്ച മാവേലിക്കരയിലും ശനിയാഴ്ച അമരവിളയിലുമാണ്. ആ ഭാഗങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു. വിശ്വാസത്തോടെ, വലിയ ഹൃദയത്തോടെ കടന്നു വരിക. രോഗികളായിട്ടുള്ളവരെ കൊണ്ടുവരിക. യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടെ കടന്നു വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.